എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കണ സമയത്ത് ഒരുത്തൻ ബൈക്കും കൊണ്ടുവന്ന എന്റെ അടുത്ത് നിർത്തിയിട്ടൊരു ചോദ്യം, മണ്ണണ്ടാ കേറിക്കോ? പരിചയമില്ലാത്തൊരുത്തന്റെ വണ്ടിയിൽ നമ്മൾ ആരെങ്കിലും കേറി പോകുമോ സാർ? ഞാൻ കേറി പോണ സമയത്തെ അവനെ ഒരു ചായക്കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി ചോദിക്കണേ, ചായ വേണോ കാപ്പി വേണോന്ന്. പരിചയമില്ലാത്തൊരാക്കട കയ്യിൽ നിന്ന് നമ്മള് ചായ കാപ്പിയാ മേടിച്ച് കുടിക്കുവോ സാറേ? ചാർജ് മതിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കുടിച്ചോണ്ടിരിക്കണ സമയത്തുണ്ടല്ലോ അവൻ വേറൊരു തമാശ, നമുക്കൊരു സിനിമക്ക് പോയാലാണ്. പരിചയമില്ലാത്തവരുടെ കൂടെ നമ്മൾ ആരെങ്കിലും സിനിമക്ക് പോകുക സാറേ? ഞാൻ പോയി. എന്താ ചെയ്യണേ നീനു? ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണം, വേറെ ജോലിയൊന്നുമില്ല. തൊഴിലുറപ്പിന് പോലും പോകത്തില്ല? തൊഴിലുറപ്പിന് പോകാനുള്ള പ്രായമായ അങ്ങനെ പ്രായമൊക്കെ ഉണ്ട് തൊഴിലുറപ്പിന്? എനിക്കറിഞ്ഞൂടാ. എത്ര വയസ്സുണ്ട്? 35. ആഹാ, ഇനിയൊരു 2-3 കൊല്ലം കൂടിയേ തൊഴിലുറപ്പിൽ നിൽക്കാൻ പറ്റൂ ഈ പ്രായം വെച്ചിട്ട്. അടുത്ത പിന്നെ പെൻഷനാ. ഞാനതല്ലേ തൊഴിൽ ആവശ്യമുണ്ടേ പോയാ പോരെ? ശരിയാണ്. എന്റെ ജീവിതകാലം മൊത്തം നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. സത്യം. ഞാൻ മരണപ്പെട്ടു പോയോ? നീ മരിച്ചു പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പൊ ചേട്ടൻ വേറെ കല്യാണം കഴിക്കൂലായിരിക്കല്ലേ? ഭ്രാന്തനല്ലേടി, എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അമ്പിളിക്കറിയോ? ഞാൻ കരയില്ല, ചേട്ടൻ പറഞ്ഞു. അല്ല കറിയോന്നല്ല, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കറിയാ. ഇല്ല, എന്നോട് ബ്രോക്കർ പറഞ്ഞത് ഒരു കലാകാരനാണെന്നാണേ. എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. അതെവിടെ കളഞ്ഞേ? അത് കളഞ്ഞല്ല, അച്ഛൻ മരിച്ചതാ. ഞാൻ ഡെയിലി ഒരു 10-100 ബീഡി വലിക്കുമല്ലോ. അപ്പൊ എന്റെ വീടിന്റെ മേലെ കട്ട പുകയായിട്ട് ഇങ്ങനെ നിക്കുമ്പോ ഫ്ലൈറ്റിന് പോകാൻ തടസ്സമാണെന്നു. നിന്റെ പുക അവിടെ ചെന്നിട്ട് അവർക്ക് തടസ്സേ? എന്റെ വീടിന്റെ മേലെ മാത്രം. ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ടല്ലേ വലിക്കിന്. അപ്പൊ നിന്നെ രജിസ്റ്റർ ചെയ്ത് അവിടെ കംപ്ലൈന്റ് ആയിട്ട്? അപ്പൊ അവര് ആ ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ജോലി ചെയ്യണ സ്ഥലല്ലേ, അപ്പൊ വലി ഞാൻ നിർത്തി. അല്ല, ഈ ഫ്ലൈറ്റിന്റെ ജോലി കിട്ടിയെന്ന് പെയിന്റ് അടിക്കുന്ന കേസ്? അത് ഭയങ്കര ജോലിയാ. അതായത് നമ്മള് പെയിന്റ് അടിക്കണം. ഇവര് ഫ്ലൈറ്റുകൾ അങ്ങനെ നീക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് പെയിന്റ് അടിക്കുക, ഉള്ളും പുറത്തൊക്കെ പെയിന്റ് അടിക്കുക. അപ്പൊ എത്ര പേര് പോകും നിങ്ങള്? ഞങ്ങളൊരു 5-6 പേരുണ്ടാവും. നഷ്ടടോ, നഷ്ടക്കച്ചവടം വരുന്നത്. കാശ് കിട്ടണം. എത്രയധികം പെയിന്റ് അടിച്ചിട്ട് കാശ് കറക്റ്റ് എനിക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ അതല്ല, ഉണങ്ങലും കാര്യങ്ങളും. ഉണങ്ങുമ്പോ പൂവുമ്പോ ഉണങ്ങും. പിന്നെ ഞാൻ അതിന്റെ ഉള്ളിലുള്ള ചേച്ചിയോട് പറഞ്ഞിട്ട് കമ്പിമ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കമ്പിമ പിടിച്ച കൈ സാധനം പണ്ട് ഞാൻ ഷാർജയിൽ ചെയ്താ. അതല്ലേ? ഞാൻ ഒറ്റയ്ക്കുന്ന പെയിന്റ് അടിക്കാ. ഒറ്റയ്ക്കാ? അതും യാത്രക്കാരിയിരിക്കും. പിന്നില്ലേ എന്റെ ഡാഡി എവിടെ വർക്ക് ചെയ്യുന്നത്? ഡാഡി സ്റ്റേറ്റ്സിലാണ്. കർണാടക സ്റ്റേറ്റിലാണോ? അല്ല, USA. ഇപ്പൊ USA കാനഡയിലേക്ക് ചാടി. കൊരങ്ങനായിരിക്കും അല്ലേ? തമാശ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ആശുപത്രി കിടന്നപ്പോ അതിലെല്ലാം കൂടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെന്ന് കേട്ടല്ലോ. പടക്കം പൊട്ടിച്ചാ? അയ്യോ കുട്ടേട്ട, അത് പടക്കം പൊട്ടിച്ചതല്ല. കുട്ടേട്ട പ്ലാവിന്റെ പോളിന്ന് പൊട്ടി വീണില്ലേ, അപ്പൊ ചക്ക ഒരുപാട് വീണല്ലോ. അങ്ങനെ ചക്ക വീണപ്പോ ചക്കക്കുരു എല്ലാം കൂടി വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ അയൽപക്കക്കാർക്ക് കൊടുത്ത്. അപ്പൊ അതിന്റെ ആഘോഷമായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ ചക്കയെന്ന് ഞാനൊരു ചക്കച്ചുളയോ ഒരു ചക്കക്കുരു ഞാൻ തിന്നിട്ടില്ല. അതിന്റെ ഒരു സമാനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, ഇറക്കി വിട്ടില്ല. കുട്ടേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല. ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചോദിക്കാണ്, താങ്കളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ അത് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഞാൻ വേണ്ടാന്ന് ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു. പക്ഷെ പ്രൊഡ്യൂസറിനെ നിർബന്ധം കൊണ്ട് തന്നെയാണ്. നിർബന്ധിച്ചിട്ടാണ്? അതെ, ഞാനൊരു നാടൻ പെൺകുട്ടി ആയതുകൊണ്ടും കൂടെയാണ് വളരെ ഉപയോഗിക്കണം എന്ന് നിർബന്ധിച്ചിരുന്നു. എനിക്ക് പക്ഷെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. എന്ത്? ഡ്രസ്സ് അല്ല, ഡ്രഗ്സ്. അങ്ങനെ വലിഞ്ഞു കയറി വന്നുള്ളതല്ല. ഞാൻ 10 പവനും 2 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഉണ്ടാക്കിയ ഒരു വരവായിരുന്നല്ലോ. അല്ല, കാശ് ഉണ്ടാക്കിക്കൊണ്ടുള്ള വരവേ. എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ BMW കാറിനകത്താ വന്നത്. അതെന്റെ മോനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇത് നിസാര ഒരു സൈക്കിളെ കൊണ്ടുവരുന്ന കേസേ ഉള്ളൂ. പ്രണയത്തെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഫോണിൽ എപ്പോഴും റീചാർജ് ചെയ്യണ്ട, അവര് റീചാർജ് ചെയ്തിട്ട് പിന്നെ മാസം നമുക്ക് എല്ലാ സിനിമയ്ക്കും പോവാലോ. ഐസ്ക്രീം ഫ്രീ ആണ്. പിന്നെ നമുക്കിപ്പോ എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ അവര് സേഫ് ആയിട്ട് കൊണ്ടെത്തിച്ചേരും. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഊറ്റാന്നല്ല, ജീവിതകാലം മുഴുവൻ പ്രണയിക്കാം. വിളിക്കുമ്പോഴെങ്ങാണോന്ന്? വിളിക്കുമ്പോ പോയാലും എനിക്ക് നുണ പറയാൻ പറ്റില്ല. എന്റെ അച്ഛനെ നുണ പറയാൻ പഠിപ്പിച്ചിട്ടില്ല. നുണ പറയത്തില്ലെന്നോ? ഇല്ല. നുണ പറയുന്നതാണോ? എത്ര വയസ്സായി? എനിക്ക് മനസ്സില്ല പറയേ. പറഞ്ഞാ പൊളിയെന്നറിയാ. പോടെ അവിടെ
17 വയസ്സുള്ള ചെല്ലത്താങ്. ഇവിടെ ഫുൾ മാഡാ കേട്ടോ. ഇവിടെ ഭയങ്കര ചൂട്. ഇവിടെ എ സി ഒന്നും ഇല്ല. സെൻട്രൈസ്ഡ് എ സി ആക്കിയിട്ടില്ല, പക്ഷെ ബെഡ്റൂംസ് എല്ലാം എ സി ആണ്. ഓ, ഞങ്ങളുടെ വീട്ടിലും സെന്ററിലും അറ്റത്തും മുക്കിനും മൂലയ്ക്കും പുറത്തും എല്ലാം എ സി അല്ലേ? അതെന്താ നിങ്ങളുടെ എ സി ഷോറൂമാണോ? ആ അതെ അതെ, അങ്ങനെയും പറയാം. 2 ഷോറൂം ഉണ്ട്. അതെ അതെ. ആക്ച്വലി തുളസി, വാട്ട് അബൌട്ട് യുവർ സ്റ്റഡീസ്? മനസ്സിലായില്ലല്ലോ. അവള് ആക്ച്വലി MBA കഴിഞ്ഞ് വന്നിട്ട് ബിസിനസ് ചെയ്യും. അതെ, MBA കഴിഞ്ഞ് ബിസിനസ് ചെയ്തു, പിന്നെ MBBS എടുത്തു. ഇപ്പം സൈറ്റ്